ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സോയാബീൻ ബിരിയാണിയാണ്. ഇത് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കുക്കറിലുമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് നല്ലൊരു കിഡിലൻ സോയാബീൻ ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം. 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ 1 കപ്പ് പച്ചരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം കേട്ടോ. ചെറിയ സൈസിലുള്ള 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ അളവിൽ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മസാലയുള്ള ഒരു ബിരിയാണി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മസാല കുറവാണ് വേണ്ടതെങ്കിൽ ഇതിൽ അളവ് കുറച്ചിട്ട് എടുക്കാം കേട്ടോ. RCMൻ്റെ ഗുഡ് ഡോട്ട് പ്രോട്ടീൻസ് എന്ന ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. 0 ഫാറ്റാണ്, റിച്ച് പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. 100% വെജിറ്റേറിയൻ ആണ്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് നമ്മുടെ ചിക്കൻ പീസൊക്കെ അല്ലേ, അതിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുന്നവർ ഇത് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാ സോയാബീൻ വെച്ചിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 4 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ലൊരു ടേസ്റ്റും പുളിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള പച്ചരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുക്കറിലുമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസുകൾ ചേർത്ത് കൊടുക്കാം. 3 ഏലക്കയും 2-3 ചെറിയ പീസ് പട്ടയും 3 കറാമ്പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 2 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ അടുപ്പിച്ചാൽ മതി. കൂടുതലായാൽ നമ്മുടെ പച്ചരി ആകെ വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും റൈസ് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ വന്നപ്പോൾ തന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടോ. ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ കുക്കർ ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ കുക്കർ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊരു 1.5 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത സോയാബീൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുക്കറിൽ തന്നെ മസാല തയ്യാറാക്കാം. ഇതിൽ കുറച്ച് ഓയിലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം.
1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. 3/4 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി കുക്കായി നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മസാലയൊക്കെ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒന്നിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാല സൂപ്പറായി കിട്ടും കേട്ടോ. ഇനി മസാലയും സോയാബീനും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ വിസിൽ ഊരിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ സോയാബീനും മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റൈസ് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസിൽ ക്യാരറ്റൊക്കെ ഇടാം കേട്ടോ, അപ്പോൾ ഒന്നുകൂടി കളർഫുള്ളാവും. ഇനി നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയ കുക്കറിലാണ് ദമ്മിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ മസാല നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി മസാലയും ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കിസ്മിസും കാഷ്യൂസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുക്ക് ചെയ്തപ്പോൾ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. സ്പെഷ്യൽ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചരിയും സോയാബീനും നമ്മുടെ കയ്യിലൊരു കുക്കറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെ ആവുമല്ലോ അല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്